KG ജോർജ് സാറിന്റെ അടുത്ത് ഞാൻ അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതായത് എന്തായാലും അപ്പനും തീരുമാനിച്ചു ഇനി ഇവനെ ബിസിനസ്സിലേക്ക് കിട്ടില്ല, കാര്യം മൂത്ത മോനാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഞാൻ തന്നെ നോക്കണം. കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എൻ്റെ അനിയനാണ് പിന്നെ ഉള്ളത്, 2 സിസ്റ്റേഴ്സാണ്. അപ്പം അപ്പൻ എങ്ങനെയെങ്കിലും ഇവനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അപ്പനൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജൻ പി ദേവ് അങ്കിളിന്. ഞാൻ ചെല്ലുന്ന അപ്പം ഞാൻ ആ അങ്കിളിനോട് പറയണം, അങ്കിൾ അപ്പം എന്നോട് നീ ബിസിനസ് അല്ലടാ ചെയ്യണ്ടേ, നീ നടനാവനോടാ, കാട്ടുകുതിര കളിക്കുന്ന അങ്കിള് രാജൻ പി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ബിസിനസ് അല്ല നീ ആക്ടർ ആവണം. പക്ഷേ അങ്കിള് ഇത് ശരിക്കായിരുന്നു ഇല്ല എന്നുള്ള പിന്നീട് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ KG ജോർജ് സാറിൻ്റെ ഒരു പടം തുടങ്ങാൻ പോകുന്നുണ്ട്, ഈ കണ്ണി കൂടി. അപ്പം അങ്കിളുണ്ട് അതിനകത്ത്. അപ്പം ഞാനൊരു പോയി ചാൻസ് ചോദിക്കട്ടെ, നീ പോയി ചോദിച്ചൂടാ, ചോദിക്കൂടാ, ഞാൻ റെക്കമെൻഡ് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഉടനെ പുള്ളിനെ വിളിച്ചിട്ട് പറയും അവൻ വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും നോക്കി വിടണം, എന്തെങ്കിലും മാർഗം. അങ്ങനെ ഞാൻ KG ജോർജ് സാറിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ വന്നു, സാർ ഇറങ്ങി വന്നു, ആലപ്പുഴയിലുണ്ട് സാർ, ഞാനിങ്ങനെ രാജൻ പി ദേവിൻ്റെ കസിനാണ്, കോളേജിൽ SM കോളേജിലാണ് പഠിക്കണേ, ഞാൻ കുറേ ഇങ്ങനെയൊക്കെ ഉണ്ട്. എടുത്ത വായിക്ക് പറഞ്ഞു, തനിക്ക് എങ്ങനെ ഒരു നടനാകാൻ പറ്റുള്ളൂ? ഞാൻ ചോദിച്ചു, എന്താ സാറേ, ഇവിടെ തൻ്റെ ചുണ്ട് കണ്ടില്ലേ, തനിക്കൊന്നു ഈ ചുണ്ടും വെച്ചുണ്ട് സിനിമയിൽ അഭിനയി. ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ചുണ്ട് വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, എന്നെ വിട്ടു. പിന്നെ എങ്ങനെ ചേട്ടന് മനസ്സിലായി ഇത് രാജൻ പി ദേവ് ഒപ്പിച്ച അല്ലല്ല, അതിനുശേഷം ഞാൻ ഇങ്ങനെ എത്ര പേര് റിജക്ട് ചെയ്താലും പിന്നെയും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കനകപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്കിളിൻ്റെ. കനകപ്പൻ ഒരു ദിവസം 2 അടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്കിളിനായിട്ട് എന്തോ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പാര നിങ്ങളുടെ അങ്കിള് തന്നെയാണ്, അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പുള്ളിയോട് പറഞ്ഞിട്ട് പോകാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വംഭര സാറിൻ്റെ അടുത്ത് ഞാൻ വന്നു. അങ്ങനെ മേക്കപ്പ് എല്ലാം ചെയ്ത് ഋഷഭാവയുടെ 3 ഗുണ്ടകളുണ്ട്, അതിൽ ഒരാളായിട്ട് ഞാൻ നിന്ന് കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. ഫസ്റ്റ് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വിശ്വംഭര സാറ് പറഞ്ഞു, അയാളുടെ പേരെന്താ, ബൈജു അല്ലേ, ബാ വിളിച്ചിട്ട് സാറ് പറഞ്ഞു അതെ. അപ്പോൾ ഒരാൾ ഫ്രാങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ അവിടെ. ആ പുള്ളി ഓൾറെഡി ബസ് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സിനിമയല്ല ഷൂട്ടിങ് കാണാനായിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു, നിൽക്ക്, ഒരു പ്രശ്നമുണ്ട്, ആൾക്ക് ഗുണ്ടായിട്ട് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ സീനിൽ നിന്ന് മാറ്റി. ഞാൻ അന്ന് ഒരു ബസ്സിനകത്ത് കയറി നിന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. കാര്യം ഒരു സിനിമ ഇറങ്ങി മുടങ്ങി, രണ്ടാമത് എല്ലാവരും മേക്കപ്പ് എല്ലാം ആയിട്ട് അത്രയും ക്രൗഡാ. കലൂർ ബസ് സ്റ്റാൻഡിൽ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്.